പരിചയപ്പെടാൻ ഇടം കൊടുക്കാത്ത പ്രണയങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് സങ്കല്പത്തിലുള്ള പ്രണയത്തിലാണ് ആളുകൾ കഴിയുന്നത്. ബോംബെയിൽ ഉണ്ടാക്കുന്ന സിനിമകൾ മുഴുവൻ നോക്കി അവിടെ ഭയങ്കര പ്രണയമല്ലേ. സിനിമയിലല്ലാതെ നാട്ടിൽ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ട്? എല്ലാവരും ഈ സിനിമയ്ക്കകത്ത് കയറിയിരുന്ന ഈ പ്രണയക്കാർ, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കണ്ട എല്ലാവരും ഈ പ്രണയക്കാരുടെ കൂടാണ്. പക്ഷെ പുറത്തിറങ്ങി ആരുടെയും പ്രണയിക്കത്തില്ല. സങ്കല്പത്തിൽ പ്രണയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളുള്ളത്. അത് മേ ബി ആ ഒരു ഫ്രീഡം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കേരളത്തിലല്ല, നമ്മളെ പോലുള്ള ഏത് സമൂഹത്തിനകത്ത് ഈ ഫ്രീഡം ഇല്ല. അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങളിവിടെ ഇങ്ങനെ പ്രണയം, കേരളത്തിൽ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ പ്രണയിക്കുന്നവർ വിരലെണ്ണാവുന്നവരായിട്ട് മാറും. ഞാൻ അനുഭവിക്കാറുണ്ട്, കാണാറുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പ്രണയിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ വളരെ വലിയ വിലയുണ്ട് ഇതിന്. സ്വാതന്ത്ര്യമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പ്രണയിക്കാൻ പറ്റുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതണ്ടി വരുന്നത് പോലെ തന്നെയാണ് പ്രണയിക്കാനും പൊരുതണ്ടി വരും. പ്രണയിക്കുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമല്ലേ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയല്ല, സ്വാതന്ത്ര്യത്തിൽ പ്രണയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പൊരുതണ്ടി വരും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ പ്രണയത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അതിന് പൊരുതാൻ ബാധ്യത വരും. പ്രണയത്തിന് വേണ്ടി പൊരുതാതെ ഒരിക്കലും പ്രണയം നടക്കുന്നില്ല. മറ്റേത് സ്വതന്ത്രമായ വ്യക്തികളായി മാറിയാൽ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമേയുള്ളൂ. പ്രണയം സാക്ഷാത്കരിക്കാൻ പറ്റും. പക്ഷെ പ്രണയം ഇത് സാക്ഷാത്കരിക്കപ്പെടാതെ പ്രണയമാണെന്ന് വിചാരിച്ച് കല്യാണങ്ങളിൽ എത്തിച്ചേർന്ന് എന്നിട്ട് എല്ലാവരും നമ്മൾ പഴയ പ്രണയം തുടരാൻ നോക്കുമ്പോൾ പറ്റില്ല. കാരണം കല്യാണം തന്നെ അതില്ലാതാക്കളെ. കല്യാണം കഴിക്കുക എന്നാണല്ലോ പറയുന്നത്. കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തീർന്നു എന്നാണ്. കഴിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിലിട്ടതുപോലുള്ള അവസ്ഥയിലാണ് പിന്നെ ഈ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അതിനുള്ള ഫ്രീഡം നമുക്ക് ഇതുവരെയും സാമൂഹികമായിട്ട് തന്നെ ഉണ്ടായിട്ടില്ല. മൈത്രൻ ആ ഒരു കാരണം കൊണ്ടാണോ ജയശ്രീ ടീച്ചറെ കല്യാണം കഴിക്കാതിരുന്നത്? കല്യാണം കഴിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ള എന്റെ തിരിച്ചറിവ് കൊണ്ട് കല്യാണം കഴിക്കാതിരുന്നത്. കല്യാണം കഴിക്കുന്ന വഴിയെ ഉത്തരവാദിത്തപ്പെടത്തുള്ളൂ എന്നാണ് ഈ ആളുകൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും പുരുഷന്മാരെയാണ് കല്യാണം കഴിപ്പിക്കുന്നത്, സ്ത്രീകളെ അല്ല. പുരുഷന്മാർ കുഞ്ഞിനെ ഉണ്ടാക്കി അപ്രത്യക്ഷമാകുന്ന ആൾക്കാരാണ്. അതുവരെയുള്ളൂ അവരുടെ പ്രണയം. അപ്പൊ അങ്ങനെ പോകുന്ന ആ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെടുത്താൻ വേണ്ടി പുരുഷനെയാണ് കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല സ്ത്രീകളെ അല്ല. സ്ത്രീകളുടെ ഒരു ചോയ്സ് ഒന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. പെണ്ണ് കാണാനല്ലേ അനുവദിച്ചിട്ടുള്ളത്. അതാണ് ഇതൊക്കെ കാണേണ്ടത്. അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ സ്ത്രീകൾ പോയി പുരുഷന്മാരെ നോക്കത്തില്ലേ? അതിനെയാണ് ഡേറ്റിംഗ് എന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു ചെറിയൊരു ചേഞ്ച് വന്നില്ല. അത് വേറെ വിഷയമാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ നാട്ടിലെ ഞാനെല്ലാം പണിയെടുത്തിട്ട് വന്ന മാറ്റിനെ പറ്റി എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഇപ്പോഴും പെണ്ണ് കാണുക അല്ലാതെ ആണ് കാണുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ടോ? അത്ര ലളിതം. അതാ ഞാൻ ഈ പറയുന്നത്. പുരുഷനെ കല്യാണം കഴിക്കാൻ പ്രായമായി, അതുകൊണ്ട് കുറെ സ്ത്രീകളെ അവര് പോയി കാണും. അതിനകത്തൊന്ന് അവര് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല സ്ത്രീകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നേരം സംസാരിച്ചു നോക്കാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണല്ലോ നിങ്ങൾ പറയുന്ന ഈ പുതിയ സംസ്കാരം. അധികം കഴിഞ്ഞെന്താ ഉള്ളത്? അപ്പൊ അതൊക്കെ ഇത് നമ്മൾ അറിയണമോ? അങ്ങനത്തെ ഒരു ഒന്നും അറിയാനോ കേൾക്കാനോ നമ്മൾ പോയി പെണ്ണ് കാണുമ്പോ എന്താണ് ഈ പുരുഷൻ കാണുന്നത്? അത്രേ ഉള്ളു. ഒരു വ്യക്തിയെ അനുഭവിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഡേറ്റിങ്ങും പെണ്ണ് കാണലും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നമ്മുടെ ഒരു കടയിൽ പോയിട്ട് എനിക്ക് പറ്റിയ ഷർട്ട് ഉണ്ടോ എന്ന് നോക്കുന്നവരാ. അതിനപ്പുറത്ത് യാതൊന്നുമില്ല. ഷർട്ടിന് യാതൊരു ഇതുമില്ല, ഒരു ചോയ്സും ഇല്ല ഇയാളുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്നുള്ളത്. അയാൾ പലതും ഇട്ട് നോക്കും എന്ന് പറയുന്ന പോലെയാണ് പല വീട്ടിൽ പോയി ചായ കുടിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ആളിന് എന്ത് ചോയ്സിന്, സ്ത്രീകൾക്ക് എന്ത് ചോയ്സാണ്? എനിക്കിഷ്ടമല്ല എന്നൊക്കെ വീട്ടിൽ പറയാം. അത്രയാണ് ഇപ്പം നമ്മൾ പറയുന്ന പുതിയ. പണ്ടാണെങ്കിൽ അതുമില്ല, അങ്ങനെ പറയാനൊക്കത്തില്ല. അതാണ് നമ്മൾ കുറച്ച് ആർജിച്ച സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറയാം. അത്രയും വരെയാണ്. പക്ഷെ അപ്പോഴും പെണ്ണ് കാണലേ നടക്കത്തുള്ളൂ. ബാക്കിയൊക്കെ വീട്ടുകാർ തീരുമാനിച്ചോളൂ എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രണയത്തിന്റെ യുക്തികൾ നമ്മൾ ഇന്നീ പറയുന്ന പ്രണയ കത്ത് എഴുതിയാലും മെസ്സേജ് അയച്ചാലും ഒന്നും അല്ല പ്രണയം. പ്രണയം രണ്ടുപേര് തമ്മിൽ കുറച്ച് നാൾ ജീവിക്കുമ്പം നമുക്ക് തുടരാം എന്ന് തീരുമാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ പ്രണയമാവുള്ളൂ. അല്ലാതെ ലൈംഗിക ബന്ധത്തിലൊന്നും പെടത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഷേക്സ്പിയർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കവിത വായിക്കാനായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുക വലിയ പ്രണയം. ഇതൊന്നും അല്ല പ്രണയം. മൈത്രൻ ഈ ജയശ്രീ ടീച്ചർ കൂടെ നിൽക്കുന്ന ഒരു 2 വർഷം മുന്നേ പ്രണയിച്ചിട്ടായിരുന്നു ഒന്നിച്ച് നിന്നിട്ടുണ്ടായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അത് പ്രണയമാണെന്ന് തിരിച്ചറിവ് കൊണ്ടാണോ ആ ഒരു 20 വർഷം വരെ കണ്ടിന്യൂ ചെയ്തു പോയത്? കണിശമായിട്ടുമാണ്. ഞാനും ജയശ്രീയും തമ്മിൽ ഡേറ്റ് ചെയ്യാന്നാണ്. 2 വർഷത്തിൽ കൂടുതൽ ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈംഗികമായ ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ട് തന്നെയാണ് ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് തമ്മിൽ ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് പരിപൂർണ ബോധ്യമായതിനു ശേഷമാണ് ഞങ്ങൾ ജീവിച്ചത്. ഉത്തരവാദിത്തമുള്ളവരായിരിക്കും ഡേറ്റ് ചെയ്യുന്നവര്, ഉത്തരവാദിത്തം എടുക്കാൻ കഴിവുള്ളവരായ കണ്ടു. ഇതങ്ങനല്ല.
ഡാം കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെ ആളുകളെ നിർത്തി യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വളർത്തി. എന്നിട്ട് അവർക്ക് പ്രണയിക്കാൻ അറിയില്ല. ഒരാളോട്, അപ്പുറത്തിരിക്കുന്ന ആളോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല, അവരോട് കൺസേണോട് പെരുമാറാൻ അറിഞ്ഞൂല. ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് നമ്മളോട് കൺസേണോട്, നമ്മളോട് ഇഷ്ടം തോന്നി, നമ്മുടെ നമ്മളെ അവരിൽ നിന്ന് മുന്നേ നിർത്തി അവരോട് പെരുമാറേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഇപ്പൊ കൺസേൺ എന്നുള്ള വാക്കിന് നല്ലൊരു മലയാളം ഞാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കൺസേൺ ഉള്ള അതാണ് നമുക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ കൊഴയുന്നത്. കാരണം ഇങ്ങനത്തെ വാക്കുകൾ തന്നെ നമുക്ക് ഇതിനകത്തില്ല. ഇപ്പൊ മലയാളികൾക്ക് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് സംസ്കൃതമാണെന്ന് അറിയെങ്കിലും വേണം, സ്നേഹം എന്ന് പറയുന്നത് സംസ്കൃതമാണെന്ന് അറിയണം. ഈ സംസ്കൃതം കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ പ്രണയിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ആകെ ഒരു വാക്കേ ഉള്ളൂ മലയാളിക്ക്, അത് ഇഷ്ടമാണ്. അത് മാങ്ങായും ഇഷ്ടമാണ്, തേങ്ങായും ഇഷ്ടമാണ്, ചക്കയും ഇഷ്ടമാണ്, അവളെ ഇഷ്ടമാണ്, ഇവനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഇഷ്ടം മാത്രം. അത്രയും ചെറിയ ഒരു വാക്കിനകത്ത് നമ്മൾ ഒരുവിധമുള്ള എല്ലാ സാധനത്തിനെയും ചേർത്തിട്ടുള്ളത് അത്രയും സാംസ്കാരികമായ ഒരു ഉൽപ്പന്നം അവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഇല്ലാതായി പോകുന്നത് അതുകൊണ്ടാണ്. നമ്മളിതൊന്നും ഈ പണികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്ന ആളിനോട് ഇഷ്ടത്തോടെ പെരുമാറാനായിട്ട്, ആ ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അവരെ കെയർ ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ പരിചരണം എന്നുള്ള വാക്കാണ് നമുക്ക് ആകെ അറിയാം. ഈ പരിചരണം എന്ന് പറയുന്നത് ആശുപത്രിക്കാരെന്തോ ചെയ്യുന്ന, നഴ്സുമാർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പുറത്തിരിക്കുന്ന പ്രണയിക്കുന്നവരെ ഞാൻ പരിചരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാഗ ഇതെന്താണ്, ഇവന്റെ പണിയാണോ, ഇവൻ എന്താ ജോലിക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു പോകത്തില്ലേ. എന്താണ് ഈ കൺസേൺ ഉള്ള ആളാകുക, കെയറോടെ പെരുമാറുക എന്ന് പറയുമ്പോൾ ശ്രദ്ധാലു എന്നാണ്. ശ്രദ്ധാലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പോയ ആരണ്ടര കാര്യമായിട്ടാണ് നമുക്കറിയാവുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ശ്രദ്ധ എന്നതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കെയർ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനും കുട്ടികളെ വളർത്തുന്നു എന്ന് പറയുന്നതിനൊരു വാക്ക് നമുക്കില്ല. നോക്ക്, പേരന്റിങ് മലയാളം പറ. വളർത്തുക എന്ന് പശുവിനെ വളർത്തും. നമ്മള് പശുവിനെ വളർത്തുമ്പോൾ പേരന്റിങ് എന്ന് പറയുമോ? അതാണ് അതിന്റെ വ്യത്യാസം. പറ. ഇതൊക്കെയാണ് നമ്മളിങ്ങനെ പറയുമ്പോ നമുക്കെന്തോ വലിയ പാരമ്പര്യമായി ഇവിടെ എല്ലാവരും ഇതൊക്കെ അല്ല, ആ പേരന്റിങ്ങിലെ നമ്മൾ പറയാം. ഇപ്പൊ ഞാനീ പറയുന്നത് ഇതുപോലെ രണ്ട് വ്യക്തികൾ പരസ്പരം നന്നായി പെരുമാറുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല വാക്കുകൾ പോലും ഉത്പാദിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പ്രണയം ഉണ്ടെന്ന് വിചാരിക്കാത്തത്. പ്രണയം നമ്മൾ കടമെടുത്ത വാക്കാണ്, സ്നേഹം നമ്മൾ കടമെടുത്ത വാക്കാണ്. നമുക്ക് ഞാൻ പറഞ്ഞാൽ ആകെ ഉള്ളത് ഇഷ്ടമേ ഉള്ളൂ. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അങ്ങോട്ട് തന്നെ ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ ചോദിക്കുന്ന വാക്കിനകത്താണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. അല്ല പെണ്ണുങ്ങൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനെ പറ്റി പോലും ആളുകൾ ആലോചിക്കുന്നില്ല. ഒരാളിപ്പോൾ ഒരു പെൺകുട്ടി ഒരാൾ തന്നെ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ തന്നെ അവൻ സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ് ആയി എന്നുള്ളത് അനുഭവിച്ച് വിഷമിക്കുന്ന ആളായിട്ട് മാറും. പെൺകുട്ടിയോട് പുരുഷൻ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ വരി സ്ത്രീ പുരുഷനോട് പറഞ്ഞ അപ്പം അവന്റെ ഇനിഷ്യേറ്റീവ് നഷ്ടപ്പെട്ടതായിട്ടും അയാള് ഒബ്ജക്റ്റ് ആയിട്ടും അനുഭവിക്കുന്ന കാരണം കൊണ്ട് മുഴുവൻ സമയവും സബ്ജക്റ്റീവായി, മുഴുവൻ സമയവും ഞാനാണ് ഈ നാട് നടത്തുന്നതെന്ന ബോധത്തോടെ ഇരിക്കുന്നത്. അല്ലാതെ രണ്ടുപേര് തമ്മിൽ നടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് പ്രണയമൊന്നും കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല.